വിനോദ്. ഇതാ നേതാക്കന്മാർക്കൊക്കെ അറിയാം, വഹാബുക്കാർക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ അറിയാം. ADGP വിനോദ് എത്ര മിടുക്കനായ പോലീസ് ഓഫീസറാണ്. അയാൾ കോൺഗ്രസ് അല്ലല്ലോ, UDF അനുഭാവി അല്ലല്ലോ. ഈ അജിത്തിനെ സഹിക്കാഞ്ഞിട്ട് ആ മനുഷ്യൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു പോയി ADGP സ്ഥാനം വേണ്ടത് വെച്ചിട്ട് ഈ പറയുന്ന ലോബിയെ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ADGP വിജയന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്ന് അജിത് കുമാറിന്റെ മൊഴി. വിജയൻ എവിടെ നിൽക്കുന്നത്? ഏത് പോസ്റ്റിലാ വന്നത്? അജിത്തിന്റെ കൂടെയല്ല. എന്നിട്ട് അജിത്ത് പറയാണ് വിജയന് പങ്കുണ്ട്. ഇവിടെ അതിലും വലിയ രസം കാര്യങ്ങള് ഗവർണർ, അതാണ് ഒരു കോമാളിയാണല്ലോ കേരളത്തിലെ ഗവർണർ എന്ന് പറയുന്നത്. അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം പറയാണ് മലപ്പുറത്തെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ഗൗരവാണ്. ഇത് നല്ല തമാശയാണ്. ഇതെന്താ കാര്യം എന്ന് വെച്ചാല് മുഖ്യമന്ത്രി കൃത്യമായി സാധനം ഇട്ടു കൊടുക്കുക, ഇയാൾ ഇതിൽ കൊത്തി വലിക്കുക, എന്നിട്ട് മുഖ്യമന്ത്രി ഇത് പറയാൻ ഗവർണർ ആര്? വെറുതെ പറയാണ്. പണ്ട് ഇവിടെ ഇരിക്കുന്ന കാർന്നോമാർക്കൊക്കെ മനസ്സിലായി, നേതാക്കന്മാർക്ക് എനിക്കടക്കം അറിയാം, പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അറിയില്ല. ഈ ചക്ക് ആട്ടുന്നിടത്ത് ചക്കാട്ടുന്നവനും അവന്റെ ഭാര്യയും തമ്മിലുള്ള തർക്കത്തെ കുറിച്ച് പറയാറുണ്ട്. ചക്കങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോ അതില് തോർത്തോട്ടത്തെ തുടച്ച് എണ്ണയൊക്കെ ഏകദേശം ആയി എന്ന് പറയുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റുമ്പോ ഈ തോർത്ത് വെച്ചിട്ട് ഭാര്യന് ഏറാണ്. ആര്? ഭർത്താവ്. ഇവള് പതുക്കെ ഈ തോർത്ത് കൊണ്ടുപോയി അകത്തുകൊണ്ടൊരു എണ്ണയൊക്കെ പിഴിഞ്ഞെടുത്ത് പിന്നെ തിരിച്ചിട്ട് ഒരേറ് ഭർത്താവ്. പുറത്തുനിന്ന് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും എമ്മാതിരി കച്ചറയാണ്. ഈ ഗവർണറും CM തമ്മിലുള്ള തർക്കം കണ്ടാലേ നമ്മൾ വിചാരിക്കും അമ്പിച്ച കച്ചറയാണ്. ഇത് നമ്മളെ പിടിയാണ്. രണ്ടാളും കൂടെ കൂടിയിട്ട് നമ്മളെ പിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധമായി ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ല. കാര്യം എന്താ ഞങ്ങള് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നേരെ വിദേശത്ത് പോയ കക്ഷിയാണ്. അങ്ങനെ ഒരാള് എന്തിനാണ് ഈ സമയത്ത് ഹിന്ദു പത്രത്തിൽ ഒരു അഭിമുഖം കൊടുത്തത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനുവേണ്ടി മാത്രം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അൻവർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പലരും പറഞ്ഞു. അൻവർ പറയുന്ന കാര്യങ്ങൾ അത് എങ്ങനെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ എൻഡോസ് ചെയ്തതാണ്. അതിന് കുഴപ്പമില്ല. എന്നാൽ പോലും ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. കാരണം കാര്യങ്ങളെ വൈകിയാണെങ്കിലും വസ്തുതാപരമായി പറയുന്നു എന്ന് തന്നെ ബഹുമാനിക്കുന്നു. പക്ഷെ വേറെ രസമുണ്ട്, അൻവർ ഇങ്ങനെ ഉഷാറായി വന്നപ്പോ മീഡിയകൾ മുഴുവൻ അൻവറിന്റെ വാർത്ത, മീഡിയകളിൽ ഇങ്ങനെ അൻവർ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം മലപ്പുറത്തെ മറ്റേ കക്ഷിക്ക് ചൊറിഞ്ഞു. അപ്പൊ മൂപ്പർക്കാണ് ഈ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ഞാൻ ഏഷ്യാനെറ്റിൽ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും കാട്ടി പോയിട്ട് ഒരു ബൈറ്റ് എങ്ങാനും കൊടുക്കുക, അല്ലെങ്കിൽ മുണ്ടും തലയെ കെട്ടി അയാൾ റോട്ടിൽ കൂടെ നടക്കും ആൾക്കാരെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ജാതി ഒരു ചങ്ങായിയാണ്. അപ്പൊ അൻവറിനെ CPM ഒഴിവാക്കുന്നു എന്ന് കണ്ടപ്പോ അൻവറിനുള്ള ഒരു വിഹിതം ഉണ്ടല്ലോ, ആ വിഹിതം കൂടെ അടിച്ചു മാറ്റാൻ ഈ കൂതറ രാഷ്ട്രീയക്കാരൻ ഇറങ്ങി പുറപ്പെട്ടു. എന്നിട്ട് പറയാൻ ഞാൻ പറഞ്ഞോളൂ, ഞാനൊരു പ്രത്യേക വെബ്സൈറ്റ് തുടങ്ങുകയാണ്. എന്തിനാ? അഴിമതി തുറന്നു കാണിക്കാൻ. എന്തിനാണോ വെബ്സൈറ്റ്? മുഖ്യമന്ത്രിയോട് ചോദിച്ച ആ പോലത്തെ കാര്യം മാത്രം പറഞ്ഞാൽ പോലെ.